ശ്രീമതി നുസ്രത്ത് ജഹാൻ, ഇവിടെ മുനമ്പത്തെ ജനങ്ങൾ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. BJP ഇത് കത്തിച്ചു നിർത്തുകയാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം കോഴിക്കോട് മുസ്ലിം സംഘടനകളൊക്കെ യോഗം ചേർന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടത്രേ. ഈ പാവപ്പെട്ടവരെയൊന്നും കുടിയൊഴിപ്പിക്കില്ല. അത്രയും ഉദാരമതികളായിട്ട് അവരൊക്കെ ഈ പ്രശ്നത്തെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് രമ്യമായിട്ട് പരിഹരിക്കാൻ സാധിക്കും. ഇതിൽ വർഗീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണ്. ഇങ്ങനെയുള്ള ഈ വാദഗതികളെ, അല്ലെങ്കിൽ അത്തരം വാദഗതികളിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ട് എന്ന് കരുതുന്നുണ്ടോ ശ്രീമതി നുസ്രത്ത് ജഹാൻ? ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ ആസ്ക് യു, പിന്നെ ഈ മുസ്ലിം സംഘടനകൾ ഇന്ത്യയിൽ ഇവരെന്നല്ലേ പൊക്കി പിടിച്ച് നടക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന എന്ന് പറഞ്ഞ് പൊക്കി പിടിച്ച് നടക്കുന്ന ആ ഭരണഘടനയ്ക്ക് അകത്തുള്ളതിന് ഒരു ഗവൺമെന്റ് ഉണ്ട് ഇന്ത്യ മഹാരാജ്യത്ത്. ആ ഗവൺമെന്റിന്റെ തീരുമാനമല്ലാതെ മുസ്ലിം മത സംഘടനകളെ തീരുമാനമാണോ ഇന്ത്യ മഹാരാജ്യത്തെ നിയമങ്ങള്? ഫസ്റ്റ് അതാണ് നിങ്ങൾ ചോദിക്കേണ്ടത് ഇവരോടെല്ലാം. ഇവർക്ക് ആവശ്യമുള്ള അപ്പൊ അവിടെ ആവശ്യമുള്ളപ്പോ ഈ മുസ്ലിം മത സംഘടനകൾ പറയുന്ന ആരാ? മൗദൂദി, വഹാബി, സുന്നി, മുസ്ലിം ലീഗ്, ഇവരെല്ലാം പല ആശയങ്ങൾ, പല കാര്യങ്ങളും ഒരേ സംഗതിയെ പറ്റി പല വ്യത്യസ്തമായ കാര്യങ്ങൾ പറയണാണ്. പള്ളിയിൽ പെണ്ണുങ്ങൾ പോവാൻ പാടില്ല പറയണവരും പള്ളിയിൽ കയറാൻ പാടുണ്ടെന്ന് പറയണവരും ഒന്നിച്ചാണ് വഖഫ് നിയമത്തിന് ഉണ്ടാക്കിയത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ക്ലിയർ ആക്കേണ്ട ഒരു സംഗതിയുണ്ട്. വഖഫ് നിയമം എന്ന് പറഞ്ഞാല് വഖഫ് ചെയ്യാന്ന് പറഞ്ഞാൽ കൊടുക്കുക. എന്നേക്കാളും താഴതയിൽപ്പെട്ടവർക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, ആരാധനാലയത്തിനൊക്കെ കൊടുക്കുക എന്നല്ലാതെ തിരിച്ചു പിടിക്കുക എന്നല്ല വഖഫ് എന്നുള്ളതിന്റെ അർത്ഥം. ആക്ച്വലി അതാണ് ശരിക്കുള്ള വഖഫ്. അപ്പൊ ഈ വഖഫ് കൊണ്ടുവന്ന നിയമം പേഴ്സണൽ ലോ, ഇവർ പറയുന്ന പേഴ്സണൽ ലോ എന്നാ അവിടെ കൊണ്ടുവന്നത്. ഡൽഹി സുൽത്താനേറ്റിന്റെ മുമ്പ് പിന്നെ മുഗൾസ് കൊണ്ടുവന്ന ഈ ഒരു നിയമം, മുസ്ലിം ആക്ട്, മുസൽമാൻസ് ആക്ട് എന്നുള്ള നിയമത്തിനെ കണ്ടിന്യൂ ചെയ്ത് ഇപ്പൊ അഡ്വക്കേറ്റ് അനൂപ് പറഞ്ഞല്ലോ ഗാന്ധിജീനെ പറ്റി. അപ്പൊ ആ അനൂപിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, മതത്തിന്റെ പേരിൽ രാജ്യത്തിന് വെട്ടിക്കീറി കൊടുത്ത ഈ ഗാന്ധിജിയെ, നെഹ്റുവിനെ നമ്മൾ എങ്ങനെ ആരാധിക്കാൻ പറ്റൂ? നമുക്കത് പറ്റൂല. അപ്പൊ നിങ്ങളോട് ചോദിച്ചു, ഞാൻ എന്നെ സംഘപരിവാരാക്കും. രാജ്യത്തിന് വേണ്ടിയോ സത്യം സംസാരിച്ചാലോ RSS സംഘപരിവാറോ BJP ഇതെന്തോ മഹാ അപരാധം ചെയ്തൊരു സംഭവം പോലെ. സംഘപരിവാർ എന്ന് പറഞ്ഞാല് അവർ ഈ രാജ്യത്ത് അംഗീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ്. അത് അവര് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ പറയണ നമ്മൾ കണ്ട സത്യങ്ങളാ. അപ്പൊ ഈ വഖഫ് ബോർഡിന്റെ വഖഫിൽ വരാത്ത ഈ ഭൂമി ഇപ്പൊ എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് മുനമ്പ വഖഫ് പറഞ്ഞത്. വഖഫ് എന്ന് പറഞ്ഞൊരു ഭൂമിയെ അല്ലായിരുന്നു അത്. അല്ലെങ്കിൽ അന്ന് ആധാരം കിട്ടി ഇവർക്ക് അത് രജിസ്റ്റർ ചെയ്യാൻ ഈ പിന്നെ അഡ്വക്കേറ്റ് മുഖാന്തരം കഴിയില്ല അല്ലെ? അന്നത്തെ മുത്തവല്ലിക്ക് എഴുതി കൊടുത്ത സാധനമാണെങ്കിൽ ഒരിക്കലും അത് പിന്നെ വേറൊരാൾക്ക് രജിസ്റ്റർ ചെയ്ത ഒരു കരം പഠിച്ചോണ്ടിരുന്ന ഒരു പ്രോപ്പർട്ടിയാ. അപ്പൊ ഇപ്പൊ മുസ്ലിം ലീഗ് എന്താണ് പറഞ്ഞത്? ഇന്ന് എന്താ പറഞ്ഞറിയോ? ഇതൊരു തർക്ക ഭൂമിയാക്കി വെക്കാന്ന്. എന്താ അതിന്റെ ഉദ്ദേശിച്ച്? തർക്ക ഭൂമി. അപ്പൊ ഇതൊക്കെ ഒരു ജാതിനെ പറയാന്ന് പറയണേ. ജാതിനെ നമ്മളാണ് പറയിപ്പിക്കണേ. ഞാൻ അടക്കമുള്ള എന്റെ ജാതിനെ പറയിപ്പിക്കണത് നമ്മൾ തന്നെയാണെന്നുള്ളത് ഉറക്കെ പറയാ. അത് സംഘപരിവാറായിട്ടോ രാജ്യദ്രോഹിയായിട്ടോ ഒന്നല്ല. ഇവര് ഉദ്ദേശിച്ച ഈ കാര്യങ്ങള് ഇതൊക്കെ പറഞ്ഞ് പാകിസ്ഥാനിൽ പോകുമ്പോ ഇവിടെ ബാക്കി ഉണ്ടായിരുന്ന ജനങ്ങളെ എങ്ങനെ ഇവര് സ്വീകരിച്ചു എന്നുള്ളത് പറയണോ? പിന്നെ എങ്ങനെ മുഗളന്മാരും ബ്രിട്ടീഷുകാരും ഉപേക്ഷിച്ചു പോയ ഭൂമികളെല്ലാം കോൺഗ്രസ്സുകാരും വഖഫിന് എഴുതി കൊടുക്കുക? ഇന്ന് വഖഫ് ഭൂമിയിൽ നിന്ന് കടന്ന ഇന്ത്യയിൽ 1000-ലേറെ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി ഇന്ന് മുസ്ലിം പണക്കാരെ പേരില. ഇവർക്കെന്താ നോട്ടീസ് അയക്കാത്തെ? ഈ പാവങ്ങളെ പേരിൽ മാത്രമേ നോട്ടീസ് പോകുന്നുള്ളല്ലോ കേരളത്തിലും. എത്ര പിന്നെ തലശ്ശേരിയിലെ KE പള്ളി ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ സൈനുദ്ദീൻ എന്ന് പറഞ്ഞ ആളെ പേരിൽ കേസ് ഉണ്ട്. അയാൾ ഇന്ന് കേരളത്തിന്റെ വഖഫ് ബോർഡിലെ മെമ്പറാണ്. മായിനാടിന്റെ പേരിൽ കേസ് ഉണ്ട്. എങ്ങനെ ഈ മുത്തവല്ലിമാര് ഗവൺമെന്റിന്റെ ഒരു ബോഡിയിൽ, വഖഫ് ബോഡിയിൽ ഇവര് നിയമിക്കൂ? അവര് കമ്മ്യൂണിസ്റ്റുകാരല്ല. പിന്നെ കമ്മ്യൂണിസ്റ്റുകാരനായ പടച്ചോനില്ല എന്ന് പറയുന്ന ആളാണ് വഖഫ് ബോർഡ് ചെയർമാൻ ഓഫ് കേരള അല്ലെ? അപ്പൊ ഈ വഖഫിനെ പറ്റി ഇവര് പഠിച്ചിട്ടാണോ ഇവര് നോട്ടീസ് അയക്കണേ? ഒരു കൂട്ടര് നോട്ടീസ് അയക്കും, മറ്റുള്ളവർ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് പറയും. എന്നിട്ട് മതത്തിനെ പറയാ. ഒരു നല്ല മുസൽമാൻ ഇവരോട് യോജിക്കാൻ തയ്യാറല്ല ഇന്ത്യയിലെ നല്ല. അപ്പൊ ഇവര് പറയും ദേശീയ മുസ്ലിം. അതെ, ദേശീയ മുസ്ലിം തന്നെ. കാരണം ഇന്ത്യ വിഭജിച്ചപ്പോ അങ്ങോട്ട് പോവാണ്ട് ഇവിടെ നിന്ന് ഡെമോക്രസിക്ക് വേണ്ടി നിന്ന ജനങ്ങളാണ് ദേശീയത എന്നുള്ള ആൾക്കാര്. അതിൽ വിഷം ചീറ്റിയിരിക്കണ പോവാത്തവരുണ്ടെങ്കിൽ
ഇപ്പൊ ഇവര് കാണുന്നുണ്ടല്ലോ ചുറ്റിലും മൈനോറിറ്റിക്ക് എങ്ങനെയാ കിട്ടണ പിന്നെ ഓരോ ചുറ്റിലും കാണുന്നുണ്ട്. അപ്പൊ ഈ കോൺഗ്രസ്സുകാരനൊന്നും ഇത് പറയാല്ലേ? ഇപ്പൊ പ്രിയങ്ക ഗാന്ധി വന്ന് രാഹുൽ ഗാന്ധി വന്ന് ഈ ഉത്തരേന്ത്യ വിട്ടിട്ട് ഈ ജനങ്ങളെ വിട്ട് വയനാട്ടിൽ വന്ന് മത്സരിക്കുമ്പോ ഒരു വലിയ ഷോ ഉണ്ടാക്കുക. അതൊക്കെ ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവരാണ്. എന്ത് മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കണമെന്ന് നിങ്ങൾ തിരിച്ചു ചോദിക്കണം. ഇവർക്ക് പറയാൻ പറ്റുന്ന വോട്ടിന് വേണ്ടി മാത്രം പാവപ്പെട്ട ജനങ്ങളെ യൂസ് ചെയ്ത് ത്രോ ചെയ്ത ആൾക്കാരാണ് ഈ ഉത്തരേന്ത്യയിൽ മുഴുവനും കാണുന്നത്. ഇപ്പൊ പാർലമെന്റ് വരെ വഖഫ് ഭൂമിയാ. നാളെ അവിടെ പള്ളിയാവില്ല എന്നാരുണ്ട്? താജ്മഹലില് വെള്ളിയാഴ്ച നിസ്കാരം ഉണ്ടായിരുന്ന താജ്മഹല് ഞങ്ങൾ തന്നെ ഞങ്ങളെ അധികാരങ്ങൾ നമ്മൾ പറയില്ലേ കൂടുതലായി നമ്മൾ അത് നശിപ്പിക്കുന്നു. താജ്മഹൽ ഇപ്പൊ വെള്ളിയാഴ്ച ക്ലോസ്ഡ്, അറിയോ? പണ്ടൊക്കെ വെള്ളിയാഴ്ച നമുക്ക് അവിടെ വിസിറ്റ് ചെയ്യാനും വിസിറ്റേഴ്സിന് അലൗഡ് അല്ല. പെട്ടെന്നൊരു വിദേശി അവിടെ എത്തിയാൽ അവന് കാണാൻ കഴിയില്ലെന്ന്. കാരണം ഈ പ്രശ്നം കാരണം അവിടെ മതം കൊണ്ടുവന്ന് വഖഫായി മറ്റേതായി. അപ്പൊ ഗവൺമെന്റ് അതിന് കോടതിയെ തടഞ്ഞു വെച്ചിരിക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞ ഇതെല്ലാം പറഞ്ഞ് അവസാനം വഖഫ് ഭൂമി പറഞ്ഞ് ഓരോ പാവപ്പെട്ടവനെ ഒഴിപ്പിക്കുമ്പോ ഈ രാജ്യത്ത് എന്താണ് നമ്മൾ വന്ന റിലീജിയൻ, എന്താണ് ഇവിടെ അവകാശമുള്ളതെന്ന് നാളെ ഇവിടുത്തെ ഭൂരിപക്ഷമുള്ള ഹിന്ദുക്കൾ ചോദിച്ചാൽ ഇവരെന്ത് ചെയ്യും? ഇത് ഇവർക്കും ചോദിക്കാലോ. ഇവര് ചോദിക്കുന്നില്ല, ഇവര് മറുപടി ചോദിക്കുന്നുള്ളൂ. അപ്പൊ സംഘപരിവാരാവും, RSS ആവും. മാഡം ഒരു സംശയം, ഈ പാർലമെന്റ് വന്നിരും ഭൂമിയാണ് എവിടെ ഉള്ളത്? അതെ, അനിലിന്റെ പേരൊന്ന് ആ ആളെ പേര് പറഞ്ഞു കൊടുക്കൂ. ഇവിടുത്തെ മുത്തവല്ലി, ഇതിപ്പോ കേരളത്തിലെ നിങ്ങളെ സമസ്ത പോലത്തെ ആള്, ഇവിടുത്തെ ആളെ പേര് ഐ ഡോണ്ട് റിമെമ്പർ. അയാള് പാർലമെന്റുകാരിക്കണേ ഇവിടുത്തെ ഒരു റെയിൽവേ. അല്ല, സലീം മടവൂരിന്റെ അഭിപ്രായത്തിൽ ഇവിടെ ഇതൊന്നും ഇല്ല. വഖഫിന് അങ്ങനെ ഒരു ആയിരക്കണക്കിന് ഏക്കറ ഇവിടെ ഡൽഹിയിൽ എവിടെ നിലപാടിലാണ് സലീം മടവൂർ ഉറച്ചു നിൽക്കുന്നത്. ഞാൻ പറയാം, എന്റെ സമയം പറയാം. അപ്പൊ ഈ ഒരു ലെവലിലാണ് പോണത്. പിന്നെ ഈ വഖഫ് ബോർഡ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെ ഡയല്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞ പിന്നെ ഗാന്ധിജീന്റെ പാർട്ടിയിൽ ഇരുന്നാണ് 1937 ഉണ്ടായിരുന്ന വഖഫ് ബില്ല് ഇവര് കൊണ്ടുവന്ന് വീണ്ടും ഇവര് ഇതിൽ വെച്ച് എന്താണ് മുസ്ലിം പേഴ്സണൽ ലോ, അതിലെന്താ ആദ്യത്തെ സെന്റൻസ് എന്നൊന്ന് നോക്കുക. ഇറ്റ് ഇസ് ഫോർ ലാൻഡ് ഓഫ് ഇന്ത്യ. ദിസ് ഇസ് എ ലോ ഫോർ ദ മുസ്ലിംസ് ഇൻ ദ ലാൻഡ് ഓഫ് ഇന്ത്യ. മുസ്ലിം എന്ന് പറഞ്ഞാൽ ലാൻഡ് ഇതല്ല, അറേബ്യൻ ലാൻഡ് എന്ന് പറഞ്ഞ മുസ്ലിങ്ങൾക്ക് ഇന്ത്യൻ ലാൻഡിലെ നിയമങ്ങള്. മുസ്ലിം എന്ന് പറഞ്ഞ ജാതിക്ക് ഞാൻ വിശ്വസിക്കുന്ന മുസ്ലിം ഒറ്റ നിയമേ ഉള്ളൂ. ആ നിയമം ഇന്ത്യയിൽ നടപ്പാക്കാൻ പറ്റൂല. ദിസ് ഇസ് ഡെമോക്രാറ്റിക് ലാൻഡ്. അപ്പൊ ഈ നിയമം ഇവിടെ ഉണ്ടാക്കി വെക്കുമ്പോ ഇവര് പറയുന്നത് ഇത് ഇവിടത്തുകാർക്ക് മാത്രമല്ലേ. അതിൽ ഗോവ, ഉത്തരാഖണ്ഡ് എങ്ങനെ ഒഴിവായി മുസ്ലിം പേഴ്സണൽ ലോ എന്ന്? വഖഫ് ഭൂമി അവിടെ ഇല്ല. അവിടെ ഒന്നും ഗോവയിലെ മുസ്ലിങ്ങളില്ലേ? അപ്പൊ അവിടെയുള്ളവർ എന്ത് ചെയ്യും? അതേപോലെ കാശ്മീരിന് വേണ്ടിയിട്ട് ബാക്കി വെച്ചു. ഇവര് മതം പറയില്ല, മതത്തിന്റെ പേരിൽ നമ്മൾ വോട്ടിട്ടിരിക്കുന്നു, സംഘപരിവാറിന്റെ കൂടെ കൂടുന്ന പറയുന്നവരോട് ഇവിടെ ചോദിക്കാനുള്ളത് ഒരൊറ്റ നിയമം 370 ആർട്ടിക്കിൾ എടുക്കുന്നവരെ കാശ്മീരികൾക്ക് മാത്രം ഒറ്റലോ. കാശ്മീരി പണ്ഡിറ്റുകൾ അവിടെ നിന്ന് ഓടിച്ച് അവിടെയുള്ള മുസൽമാന് മാത്രം ഒരു ലോ. എന്താണ് കാശ്മീരി പണ്ഡിറ്റിനെ പറ്റി? സിക്കിമിൽ ഇപ്പൊ നിയമല്ലേ? സിക്കിമിലും നാഗാലാൻഡിലും നിയമം ഉണ്ടല്ലോ, സെയിം നിയമം. അത് മാറ്റണ്ടേ പാടോ? അത് മാറ്റണ്ടേ? എല്ലാം പാടുമല്ലോ. മാറ്റുന്നില്ലല്ലോ. ഇതൊക്കെ എന്തുകൊണ്ടാ അല്ല 370 രണ്ടും ഞാൻ പറയാം. അല്ല മറ്റേ മതത്തിലോ? മറ്റോ മതമല്ല. പറയൂ. 370 ആർട്ടിക്കിൾ ഡയല്യൂട്ട് ചെയ്ത പോലെ അന്ന് പറഞ്ഞു. ഇപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം ഈ സർക്കാർ വന്നപ്പോ വഖഫ് അമെൻഡ്മെന്റ് ബില്ല് കൊണ്ടുവരും. വഖഫ് അമെൻഡ്മെന്റ് ബില്ലിനെതിരെ കളിച്ചാല് കോൺഗ്രസിന്റെ ഒരുപാട് സ്വത്തുക്കൾ അങ്ങ് പോവും. അത്ര തന്നെ. ഇപ്പൊ ഇവിടെ പാർലമെന്റ് പുതിയത് ഉണ്ടാക്കിയപ്പോ ഇവരെല്ലാം കൂടി കൊടി പിടിച്ച് എന്തിനായിരുന്നു അത് അറിയോ? ഈ പാർലമെന്റിന്റെ അകത്ത് പഴയ പാർലമെന്റ് നമ്മൾക്ക് ഓഫീസുകൾക്ക് വേണ്ടി മാറി. പല ഡിപ്പാർട്ട്മെന്റ്, മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യ മഹാരാജ്യത്തെ മിനിസ്ട്രികൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്റ്റാഫ്, എത്ര പേര് ജോലി ചെയ്യണുണ്ട്. അതൊക്കെ ഇറങ്ങുമ്പോഴാണ് നമ്മൾ കാണുക ഇത്രയും ആൾക്കാർ ഇതിലുള്ളു. അപ്പൊ ഈ ഒരു പഴയ ബിൽഡിംഗ് അതിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോ ആർക്കാണ് നഷ്ടം വരുന്നത്? ഇവിടുത്തെ കോൺഗ്രസ്സുകാരന്. ഇന്ത്യന്റെ ED ഓഫീസ് വരെ ഒരു കോൺഗ്രസ് നേതാവിന്റെ
ബിൽഡിങ്ങിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഓരോന്ന് ഹോം മിനിസ്ട്രി. അപ്പൊ ഇതെല്ലാം നഷ്ടം വരുന്ന ഒരു കൂട്ടരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അവർക്ക് ഇതെല്ലാം പറഞ്ഞ് എങ്ങനെയെങ്കിലും രാജ്യത്തെ അധികാരം വിട്ടുപോയതിനുള്ള അധികാരം തിരിച്ചു പിടിക്കാനുള്ള ഒരാശയം. പക്ഷെ അത് ഇന്ത്യയിലെ ഈ ഒരു നിയമം ഇന്റർസെക്ഷനിൽ വഖഫ് അമെൻഡ്മെന്റ് ബില്ല് ഭാരതത്തിൽ കൊണ്ടുവരുന്നുള്ള തീർച്ചയാണ്. അതെ, ആഭ്യന്തരമന്ത്രി